റസൂല് മക്കം പത്ത് കഴിഞ്ഞിട്ട് മക്കം വന്ന് പിടിച്ചടക്കുകയാണ്. മക്കം പിടിച്ചടങ്ങിയിട്ട് 10 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ താമസിക്കുമ്പോ പാതിരാ സമയത്ത് തവാഫ് ചെയ്യാൻ കഅബയിലേക്ക് പോയി. ആ സമയത്ത് പ്രവാചകനോട് കലിപൂണ്ടു നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വ്രതമെടുത്തിരുന്ന ഫുലാല എന്ന മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇനി എങ്ങനെയാ കൊല്ലുക? മുഹമ്മദ് മക്കയിലെ രാജാവാണ്. 10,000 അനുയായികൾ ഓടിപ്പിടിച്ച വാളുമായി മുഹമ്മദിന് കാവലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കഅബയുടെ മത്താബിലെ തവാഫ് ചെയ്യുകയാ. ആ സമയത്ത് ഫുലാല ഓടിപ്പിടിച്ച മൂർച്ചയുള്ള വായുമായി കഅബയുടെ ഭിത്തിയുടെ പുറകിൽ കാത്തിരിക്കുകയാ. കഅബയുടെ ഭിത്തിയുടെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നു കഅബയുടെ മത്താബിൽ വന്ന് ഒന്നാമത്തെ തവാഫ് ചെയ്യുകയാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി കഅബയുടെ തവാഫ് ചെയ്ത് ഫുലാലെ നബി തങ്ങളെ കാണുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിക്ക് വേണ്ടി സഹാബത്ത് വരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. ഏകനായി തവാഫ് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഫുലാലയുടെ തൊട്ടു മുമ്പിലെത്തുമ്പോ ആരും അറിയാതെ മാർജാര പാദ പതന ശബ്ദം കേൾപ്പിക്കാതെ ഫുലാല തന്റെ വാളിൽ വലിച്ചൂടി അല്ലാഹുവിന്റെ റസൂലിനെ പുറകിൽ നിന്ന് വെട്ടാൻ ഹബീബായ നബിയുടെ നേരെ ചാടേണ്ട താമസം. ഹബീബായ നബി നാടൻ മുഖത്തോട്ട് നോക്കുമ്പോ ഫുലാല കിടുങ്ങി മറച്ചു പോയി. കൈ പൊന്തുന്നില്ല, കൈ തളരുകയാണ്, വാളനങ്ങുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ പ്രകാശം കാണുമ്പോ സബീഹുക ബദറൈനി ബല്ലന്തനവറോ വവജൂക മിമ്മായ വവജൂക മിൻ നൂർ മലാഹതി അസറോ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ധവളപ്രകാശം കൊണ്ട് വിസ്മയിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഒളി കാണുമ്പോ ഫുലാല ഞെട്ടിത്തെരിച്ചു പോയി. ഹബീബായ നബി രണ്ടാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാ. തന്റെ മുമ്പിൽ എത്തിയപ്പോ ഫുലാല രണ്ടാമത് ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നാട്ടിന്റെ വെളിവ് കാണുമ്പോ ഫുലാല ഞെട്ടിത്തെരിക്കുന്നു. വാളിരിക്കുന്ന കൈവിറക്കുകയാണ്. മൂന്നാമത്തെ തവാഫ് തീർന്നു, നാലാമത്തെ തവാഫ് തീർന്നു, 5, 6, 7ാമത്തെ തവാഫാണ്. ഇവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി മുഹമ്മദിനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. 7ാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാണ്. തവാഫ് പൂർത്തിയായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7ാമത്തെ തവാഫ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. വതൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ. ഖുർആൻ ഓതേണ്ട താമസം ഖുർആൻ മനസ്സ് മുഴുവനും പിടിച്ചു നിർത്തി വർദ്ധിത വീര്യത്തോടെ തന്റെ മനസ്സിനെ മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് ഖുർആൻ ഹബീബായ നബിയുടെ മുമ്പിലേക്ക് ചാടേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ ഓതൽ കേട്ടപ്പോ ഖുർആൻ പേടിച്ചു മറച്ചുപോയി. ഖുർആനിന്റെ കയ്യിൽ നിന്ന് വാൾ താഴേക്ക് വീണു. ഹബീബായ നബി തിരിഞ്ഞു നോക്കുമ്പോ താഴെ കിടക്കുന്ന വാളിന്റെ മുമ്പിൽ പിറക്കുകയാണ് ഖുർആൻ. ഖുർആനക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു. മുഹമ്മദിന്റെ അനുയായികളെ തന്നെ തുണ്ടമായി വെട്ടിക്കളയും. മക്കയുടെ രാഷ്ട്രപതിയാണ് കൊല്ലാൻ വന്നത്. രാഷ്ട്രപിതാവിനെ വധിക്കാൻ വന്നവന് മുഹമ്മദിന്റെ ഉമർ തന്നെ വെറുതെ വെക്കുമോ ഫുലാല കിടന്ന് വിറക്കാൻ തുടങ്ങി. ഫുലാലയുടെ നാവ് പറ്റിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫുലാല അറഫ്തുക, നിന്നെ ഞാൻ കണ്ടിരുന്നു ഫുലാല. ഒന്നാമത്തെ തവാഫിന് മത്താഫിന് വരുമ്പോ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ പള്ളിയിൽ കത്തിമുട്ടി ഇറക്കാൻ കാത്തു നിൽക്കുന്ന നിന്നെ ഫുലാല ഞാൻ കണ്ടു ഫുലാല. നീ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഫുലാല. പക്ഷേ ഫുലാല ആരും നിന്നെ കണ്ടിട്ടില്ല. ഓടി രക്ഷപ്പെട്ടോ ഫുലാല. ലോകത്തിന്റെ വിട്ടുവീഴ്ചയുടെ ഉദാരതയുടെ സാധ്യതയുടെ സഹാനുഭൂതിയുടെ ഉദാരതയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ പകരം വെക്കാനില്ലാത്ത പര്യായ പദമേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഫുലാല, ഉമർ നിന്നെ കണ്ടിട്ടില്ല, ഖാലിദ് കണ്ടിട്ടില്ല. ഓടി രക്ഷപ്പെട്ടോ ഫുലാല. നിന്നെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കേൾക്കേണ്ട താമസം, അത് കേൾക്കേണ്ട താമസം. ഫുലാല എന്ന അക്രമി ഫവഖഅതു ബൈന യദൈ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിലേക്ക് വീണു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാനിതാ വന്നു നബിയേ,
ഖുർആന്റെ വെളിച്ചത്തിലേക്ക്, തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക്, അങ്ങയുടെ ചാരത്തേക്ക് ഞാൻ വന്ന നബിയേ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ കിടന്നിട്ട് തന്റെ തല കൊണ്ടുപോയി മണ്ണിലിട്ടിട്ട് ഫുദാല പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ മനുഷ്യനെയാണോ കൊല്ലാൻ വന്നത്? ഈ മനുഷ്യനോടാണോ വർഷങ്ങളോളം വൈരാഗ്യം മനസ്സിൽ നിറച്ചു നിന്നത്? ഫുദാല, നീ എത്ര തെമ്മാടിയാണ് ഫുദാല. തന്റെ ആ വടിയരികിൽ കിടന്ന് തല കൊണ്ടുപോയി മണ്ണിലിട്ട് ഉരുട്ടി ഉരുട്ടി അവസാനം ഫുദാല വീട്ടിലേക്ക് പോവുകയാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആൻ എന്താ? ആ ഫുദാല വീട്ടിലേക്ക് പോകുമ്പോഴാണ് പതിവ് പോലെ ഫുദാലയെ കാത്ത് നാട്ടിലെ വേശ്യപ്പെണ്ണ് കാത്തിരിക്കുന്നത്. അണിഞ്ഞൊരുങ്ങി ആ നാട്ടിലെ വേശ്യപ്പെണ്ണ് കാത്തിരിക്കുകയാണ്. ഫുദാല വരിക, ഫുദാല നിനക്ക് വേണ്ടി എന്റെ കിടപ്പറ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാ. ആ സമയത്ത് ഫുദാല എന്ന ചെറുപ്പക്കാരൻ ഖുർആന്റെ അത്ഭുതമേടാണ്. ആ ഫുദാല എന്ന ചെറുപ്പക്കാരന് മുസ്ലിമായിട്ടൊരു മണിക്കൂർ പോലുമായിട്ടില്ല. ആ വേശ്യപ്പെണ്ണിനോട് പറഞ്ഞു, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, അസ്ലം ദുബൈന യദയിൽ മുസ്തഫ. ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഞാൻ മുസ്ലിമായി. അങ്ങോട്ട് പോയപ്പോ ഈ പെണ്ണിന്റെ കടപ്പുറയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ട് പോയ ഫുദാല, ആ ഫുദാല പറഞ്ഞു, ഇല്ല 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 ഇല്ല, അസ്ലം ദുബൈന യദയിൽ മുസ്തഫ. ഞാൻ ഹബീബായ നബിയുടെ മുമ്പിൽ മുസ്ലിമായി. ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല മുസ്ലിമായിട്ട്. ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഇല്ല, നിന്റെ കടപ്പറയിലേക്ക് ഞാൻ ഇനി വരില്ല. ഫുദാല, നിനക്കിനി കിട്ടില്ല. ഫുദാല ഇനി വ്യഭിചരിക്കില്ല. ഫുദാല ഇനി വ്യഭിചരിക്കില്ല. അസ്ലമ ഫുദാല. യൂറോപ്പിലെ പച്ചവിചാരിയ മനസ്താന്തരമുണ്ടാക്കി ലോകത്തിന് സമർപ്പിക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറിയിലെ മഹാഗ്രന്ഥത്തിന് കഴിയില്ല, ഷേക്സ്പിയറിന്റെ നാടകത്തിന് കഴിയില്ല, യുദ്ധയുടെ റൊമാന്റിക് ഭാവനയ്ക്ക് കഴിയില്ല, എലൻഗസറിന്റെ നോവലിന് കഴിയില്ല. പക്ഷേ സഹോദരങ്ങളെ, പക്ഷേ ലോകത്തിന് അത്ഭുതം നടത്തിയത് ഒരു പച്ച വ്യഭിചാരിയെ ഒരൊറ്റ നിമിഷം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാൻ, അവന്റെ ഹൃദയത്തിലോട്ടിറങ്ങാൻ. ആ വിദ്യാഭ്യാസമാണ് ഖുർആന്റെ വിദ്യാഭ്യാസം. ഹാഫിളായ ഒരു കുഞ്ഞ് അവൻ മരിക്കുന്നത് വരെ അവൻ മദ്യപിക്കില്ല, അവൻ വ്യഭിചരിക്കില്ല. കാരണം അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ ഞാൻ മനഃപ്പാഠമാക്കിയതെന്താ? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, ഏഴാനാകാശത്തിൽ നിന്ന് റൂഹുൽ അമീൻ പറഞ്ഞു കൊടുത്ത ഈ സുന്ദരമായ വാക്യമാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ബസ്മതി അരിയെ കുറിച്ചിട്ട് മാത്രമല്ല, സൂര്യന്റെ ഭ്രമണപഥത്തെ കുറിച്ചിട്ട് മാത്രമല്ല, ഇരുമ്പിനെ കുറിച്ച് മാത്രമല്ല, ഉറുമ്പിനെ കുറിച്ച് മാത്രമല്ല, സൂര്യനെ കുറിച്ച് പറഞ്ഞ ഗ്രന്ഥമാണ്. ഇസ്ലാമിലേക്ക് ഖുർആൻ കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ സമയത്ത് വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. ഏതടയാളം എന്നറിയോ? തന്റെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ മല്ലന്മാരെ തോളിൽ വെച്ച് വട്ടം ചുറ്റിയതല്ല. ആ മനുഷ്യനെ കുളിപ്പിക്കുമ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ വലത്തെ ചുമലിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു. പാതിരാ സമയത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിന് വേണ്ടി മാവും ഗോതമ്പ് മാവും ചുമന്നുകൊണ്ട് പോയതിന്റെ അടയാളം. ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മനുഷ്യന്റെ വലത്തെ തോളിലുണ്ടായിരുന്നു. പാതിരാ സമയത്ത് അഗതികൾക്കും യതീമീങ്ങൾക്കും അനാഥർക്കും ഗോതമ്പിന്റെ റൊട്ടിയും ചുമന്നുകൊണ്ട് പോയ പാടിന്റെ അടയാളത്തിന്റെ തിരുശേഷിപ്പ് ഈ മനുഷ്യന്റെ ചുമലിലുണ്ടാകുന്ന രീതിയിൽ ഉക്കാളാത്തന്തയില് മല്ലന്മാരെ തോളിൽ വെച്ച് അമ്മാനമാറിയ മനുഷ്യനെ ഈ രീതിയിൽ പരിവർത്തിപ്പിച്ചതാരാ? ആയത്ത് കേറി അത്ഭുതമായി. പിന്നെ ലോകത്തിൽ അത്ഭുതം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഒരു പരിവർത്തിത സമൂഹത്തിന്റെ, ഒരു പരിവർത്തനത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രേരക ചാലക ശക്തിയായി വർത്തിക്കാൻ ഖുർആൻ എന്ന് നാം പഠിപ്പിക്കുന്ന നമ്മുടെ ഈ ഖുർആന് കഴിയേണ്ടതുണ്ട്. അല്ലാഹുവിനാക്കി തരട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടികൾ പേടിച്ച് കരഞ്ഞു പോയത് ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ഞാൻ ഈ ആയത്ത് മുഴുവനും പറയാം. ഖുർആൻ ഇതിനെ കുറിച്ച് മാത്രമല്ല, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിസ്മയത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിന്. ജുബൈർ ഇബ്നു മുത്തീം ക്രൈസ്തവ പാതിരിയാണ്. ക്രൈസ്തവ പാതിരിയാണ്. അയാൾ മക്കയിലോട്ട് വന്നപ്പോ കൈബാലയത്തിന്റെ മത്താഫിൽ നിന്നിട്ട് അബൂ ജഹൽ പറഞ്ഞു, ജുബൈർ ഇബ്നു മുത്തീമേ, കൈബാലയത്തിന്റെ മത്താഫിലൂടെ പോകരുത്, അവിടെ ഇരുന്ന് മുഹമ്മദ് ഖുർആൻ ഓതുന്നുണ്ട്, അത് കേട്ടാൽ പിടച്ചു പോകും. ജുബൈർ ഇബ്നു മുത്തീം പഞ്ഞിയെടുത്തിട്ട് തന്റെ ചെവിയിലേക്ക് വെച്ചിട്ട് തന്റെ വിരലുകള്
എന്ന ക്രൈസ്തവ പാതിരി തന്റെ വിരൽ ചെവിയിൽ കുത്തിക്കയറ്റിയിട്ട് കഅബാലയത്തിന്റെ മത്താഫിലൂടെ പോകുമ്പോഴാണ് കഅബാലയത്തിന്റെ മത്താഫിൽ ഖുർആൻ ഓതുന്നത്. വത്തൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ. ആ ക്രൈസ്തവ പാതിയുടെ വിരൽ താനെ അയഞ്ഞു. അയാളുടെ ഉള്ളിലോട്ട് ഖുർആൻ കയറി. ഫവക്കഅതു ബൈന യദയിൽ മുസ്തഫ. അബൂജഹൽ നോക്കി നിൽക്കുമ്പോ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽക്കലേക്ക് വീണു ജുബൈർ ബിൻ മുത്തീം. എത്ര മഹാത്ഭുതങ്ങൾ, എത്ര മഹാത്ഭുതങ്ങൾ. എത്തോപ്യയിലേക്ക് ഹിജറ പോവുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബീ താലിബിന്റെ മുമ്പിൽ നജാഷിയുടെ മുമ്പിൽ വന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞില്ല, മുഅ്മിനീങ്ങളെ, ഈ മുഹമ്മദും കൂട്ടരും നമ്മുടെ വിഗ്രഹങ്ങളെ തള്ളി പറയുന്നവരാണ്, മതപ്രമാണങ്ങളെ തള്ളി പറയുന്നവരാണ്. ഇവരെ നിന്ന് നാട് കടത്തണമെന്ന് നജാഷിയോട് പറഞ്ഞപ്പോ നജാഷി ചോദിച്ചില്ല ജഅഫർ ബിൻ അബീ താലിബിനോട്, നിങ്ങളുടെ മുഹമ്മദ് എന്താ പറയുന്നത്? ഞങ്ങളുടെ റസൂലുള്ളാഹി ഖുർആൻ നിങ്ങൾക്ക് ഓതി തരാറുണ്ട്. നജാഷി എന്ന ക്രൈസ്തവ പാതിരി ചോദിച്ചു, എന്നാൽ ആ ഖുർആനിൽ നിന്ന് അല്പം നിങ്ങളൊന്ന് പാരായണം ചെയ്യുമോ? നജാഷി എന്ന ക്രൈസ്തവ രാജാവിന്റെ രാജസദസ്സിൽ 10,000-കണക്കിന് ക്രൈസ്തവ പണ്ഡിതന്മാരുടെ മുമ്പ് ജഅഫർ ബിൻ അബീ താലിബ് ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا. നജാസി എന്ന ക്രൈസ്തവ പാതിരി കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി ചാടി എഴുന്നേറ്റ്. ഇത് കേട്ട ക്രൈസ്തവ പണ്ഡിതന്മാര് പൊട്ടിക്കരഞ്ഞു പോയി. അവര് പറഞ്ഞു, അതെ അതെ, ഇത് മറിയമിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ്, ഇത് ഞങ്ങളുടെ യേശു ക്രിസ്തു പറഞ്ഞു തന്നതാണ്, ഇത് ഖുർആനാണ്, ഖുർആനാണ്. ആ മുഹമ്മദ് സത്യത്തിന്റെ പ്രവാചകനാണ്. ജഅഫറേ, നിങ്ങൾക്ക് ഞാൻ അഭയം നൽകുന്നവരുണ്ട്. ക്രൈസ്തവ പുരോഹിതന്റെ ക്രൈസ്തവ രാജാവിന്റെ കരിങ്കല്ലിന്റെ ഇടഭിത്തിയിലേക്ക് തുളച്ചിറങ്ങി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പെങ്ങളെ, 7 മുതൽ 9 വരെ ലോകത്തുള്ള സർവാഭാസങ്ങളും ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയ 1 കോടി രൂപ കിട്ടിയാൽ അരക്കയിൽ പോട്ട് വസ്ത്രം മാറ്റാൻ തയ്യാറെടുക്കുന്ന ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു കാലഘട്ടത്തിന് മഗ്‌രിബിന്റെ ബാങ്ക് കേട്ടാൽ ആ സമയത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമായിരുന്നു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കൂടുന്നു പൊട്ട ഇടം വരം 2, ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. ഖുർആൻ നമുക്ക് അന്യമായി പോയി, ഖുർആൻ ഓതുന്ന സദസ്സ് നമുക്ക് അന്യമായി പോയി. നജാഷിയുടെ ക്രൈസ്തവ പുരോഹിതന്റെ നെഞ്ചിലിറങ്ങിയപ്പോ പൊട്ടിക്കരഞ്ഞ നജാഷി. ഖുർആൻ കരയാനുള്ളതാണ്, കേട്ടിട്ട് കരയണം. 1994 എനിക്ക് ദാറുൽ ദൈവബന്ദിൽ സനദ് സമ്മേളനം നടന്നു. മിസ്സിസ് ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രിയാ. മിസ്സിസ് ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ വെച്ച് ലോക പ്രശസ്ത ഖുർആൻ വിദഗ്ധൻ ഷെയ്ഖ് ബാസിത്ത് ഖിറാഅത്ത് നടത്തി. ആ ഖുർആൻ കേട്ടപ്പോ ഇന്ദിരാഗാന്ധി പൊട്ടിക്കരഞ്ഞു പോയി. ഖുർആന്റെ അർത്ഥം അറിയാത്ത ഇന്ദിരാഗാന്ധി, മുസ്ലിം അല്ലാത്ത ഇന്ദിരാഗാന്ധി അവിടെ ഇരുന്നിട്ട് ഖുർആൻ കേട്ടിട്ട് അവർ അവസാനം അവിടെ നിന്ന് പോകുമ്പോ ഒരു ഖുർആന്റെ കോപ്പി വാങ്ങിച്ചിട്ടാണ് പോയത്.